പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഭാരതം, പ്രത്യേകിച്ച് എല്ലാ ഗ്രാമങ്ങളും എല്ലാ നഗരങ്ങളും ദീപക്കാഴ്ചയുമായി നിൽക്കുകയാണ്. പെയ്യാൻ കാത്തു നിൽക്കുന്ന കാർമേഘം പോലെയോ അടർന്ന് താഴേക്ക് വീഴാൻ ആഗ്രഹിക്കുന്ന തുഷാര ബിന്ദുക്കൾ പോലെയൊക്കെ എങ്ങനെ നിൽക്കുക. ഒരു വിളക്ക് കത്തിക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ കുറേ തേൻതുള്ളികൾ പോലോ അല്ലെങ്കിൽ ജലഗണങ്ങളോ ഉണ്ടെങ്കിൽ ആ ജലഗണങ്ങൾക്കകത്തെല്ലാം ദൈവം പ്രകാശിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം സൂര്യനാണ് എന്ന് നമുക്കറിയാം. ഇനി എത്ര കുടങ്ങൾ നിങ്ങൾ പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ കുടങ്ങൾക്കകത്തോ കലങ്ങൾക്കകത്തോ വെള്ളം കോരി വെച്ചാൽ ആ വെള്ളത്തിലെല്ലാം പ്രതിബിംബം ഉണ്ടാവും സൂര്യൻ്റെ. ഇതുപോലെ തന്നെ ആകട്ടെ എല്ലാവരും. അതായത് നമുക്ക് മറ്റൊരാളിലേക്ക് പ്രകാശം കൊടുക്കാൻ സാധിക്കുന്നതാണ് ദീപാവലി. അപ്പോൾ ദീപാവലിയിൽ എണ്ണയൊക്കെ പുരട്ടി കുളിക്കുക, പിന്നെ ദീപം അലങ്കരിക്കുക, പടക്കം പൊട്ടിക്കുക, പൂത്തിരി, മത്താപ്പൂ, കുടച്ചക്രം, കമ്പിത്തിരി, ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. പിന്നെ രംഗോലി ക്രമം എന്ന് പറയുമ്പോൾ അത് നമുക്കത് കാണാൻ സാധിക്കും. ഒരു ശംഖുവൊക്കെ വരച്ച് അതിന് ചുറ്റുമൊക്കെ വിളക്കൊക്കെ വെച്ച് നന്നായിട്ട് ചിത്രീകരിച്ച് ചെയ്യുന്ന ഒരു ദീപക്കാഴ്ച. അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണം, മറ്റുള്ളവരുടെ മൈത്രി സൂക്ഷിക്കുന്ന നല്ല ഭക്ഷണം കൊടുക്കുക. പിന്നെ ഇത് അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ സംസ്ഥാപനം എന്ന ചിന്തയാണ് ദീപാവലിക്കുള്ളത്. പ്രകാശം നന്നായിട്ട് ചൊരിയുന്ന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നു. പിന്നെ അടുത്തത് നമ്മൾ ഇതിൻ്റെ ഏറ്റവും നന്മയായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത്, നന്മയുടെ ഉറവിടം വർദ്ധിക്കുന്നു, തിന്മ അവസാനിക്കുന്നു. തിന്മയ്ക്ക് മേലുള്ള നന്മ എന്നാണ് പറയുന്നത്. എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു പറഞ്ഞത്, നന്മ ഒരുപാട് വിജയിക്കട്ടെ, ഒരുപാട് നന്മയായിട്ട് എത്തട്ടെ. പിന്നെ അറിവിൻ്റെ മേധാശക്തി വർദ്ധിക്കുമ്പോൾ അറിവില്ലായ്മ നഷ്ടപ്പെടും, അറിവില്ലായ്മ മാറിക്കൊടുക്കും. അതുകൊണ്ട് അറിവ് വർദ്ധിക്കുക, തിന്മ കുറയുക, വെളിച്ചം വർദ്ധിച്ച് എത്തുക. അതോടൊപ്പം തന്നെ തമസ് മാറട്ടെ. തമസോർമ ജ്യോതിർഗമയ, ജ്യോതിർഗമയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദീപാവലി ആഘോഷിക്കുന്ന എല്ലാവർക്കും IF ഇന്ത്യയുടെ പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. ഏവർക്കും സന്തോഷകരമായ ഒരു ദീപാവലി ദിവസം. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം. നല്ല ദിവസം.